ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്നത്തെ എന്റെ വർക്ക് കോഴിക്കോട് തന്നെയാണ് പ്ലാൻ ഇട്ടായിരുന്നത്. ഡിസ്ട്രിബ്യൂട്ടറെയും കസ്റ്റമറെ കണ്ട് പ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത്. നേരെ പോയത് പുള്ളിക്കാരനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്റെ പെരിന്തൽമണ്ണയിലെ ഡിസ്ട്രിബ്യൂട്ടറായ ന്യൂക്ലിയസിലെ പ്രതീക്ഷട്ടൻ. പുള്ളിക്കാരൻ കോഴിക്കോടിലെ വർക്ക് കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. പുള്ളിക്കാരനെ റെയിൽവേ സ്റ്റേഷനിലാക്കാനാണ് ഞാൻ പോയത്. ഇന്നത്തെ എന്റെ വർക്ക് അവസാനിപ്പിക്കുന്നത് 8 മണിക്ക് ശേഷമാണ്. ഏതാണ്ട് 8:30 എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയ സമയത്ത് എന്റെ വിരലൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അത് കാണിച്ച സമയത്ത് ഡോക്ടറാണ് പറഞ്ഞത് പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് മുതൽ ഒരു നല്ല സ്ഥലത്തിനായിട്ടുള്ള തെരച്ചിലായിരുന്നു ഞാൻ. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സ്ഥലം കിട്ടണമല്ലോ. ഒടുവിൽ നമ്മുടെ ബഡ്ജറ്റിൽ നന്നായിട്ട് ഒതുങ്ങുന്ന ഒരു സ്ഥലം കിട്ടി. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യുന്നതെങ്കിലും നല്ല വൃത്തിയുള്ള സ്ഥലം. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യണമെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ കുളിക്കാതെ നനയ്ക്കാതൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് ചിലപ്പം ബാധകമായിരിക്കും. നമ്മളിപ്പോൾ ഡെയിലി കുളിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ നഖത്തിന്റെ അകത്തുള്ള ചളികളും അതേപോലെ സ്കിന്നിനകത്ത് വരുന്ന ചെറിയ ചെറിയ പൊട്ടലുകളൊക്കെ ഇത് കാരണം പോയി കിട്ടും. അതല്ലാതെ ഒരു ഉപകാരം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ ഈ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് മലബാറിലെത്തിയത്. ഒടുവിൽ ഞാനും ഐസാറും കൂടി ഇതൊക്കെ തീർത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 11 മണി കഴിഞ്ഞിരുന്നു സമയം. ആളും ബഹളവും ഒഴിഞ്ഞ റോട്ടിലൂടെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക്.